അല്ലാഹുവേ നീ ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്. ആത്മാർത്ഥമായ ആമീൻ പറയണം. അല്ലാഹ് ഈ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ തയ്യിബൻ മുബാറകൻ ജസീലൻ ദായിമൻ ബിദവാമി മുൽകിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് സിർറിൽ അസ്റാർ വതിരിയാഖിൽ അഗ്യാർ വമിഫ്താഹി ബാബിൽ യസാർ വസയ്യിദിനാ മുഹമ്മദിനിൽ മുഖ്താർ വആലിഹിൽ അത്ഹാർ വഅസ്ഹാബിഹിൽ അഖിയാർ അദദ നിഅമില്ലാഹി വഇഫ്ളാലി. اللهم صل وسلم وبارك على سيدنا محمد صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين. أرحم الراحمين الملك الجبار يا خالق يا الله رازق يا الله. സാധുക്കളായി ഞങ്ങൾ ഇവിടെ ഈ റിഫാഇ മസ്ജിദിന്റെ കീഴിൽ മഹാനായ റിഫാഇ തങ്ങളുടെ ആണ്ട് നേർച്ച ഒരുമിച്ച് കൂടിയത് സ്വീകരിക്കണേ അല്ലാഹ്. ഇന്നലെയും ഇന്നുമായി ഇവിടെ ഓതിയ ഖുർആനുകൾ പറഞ്ഞത് കേട്ടത് ചെലവഴിച്ചത് അല്ലാഹ് ചൊല്ലിയ ദിക്റുകൾ അല്ലാഹ് ഇവിടെ നൽകിയ ഭക്ഷണങ്ങൾ അല്ലാഹ് ഇവിടെ നൽകിയ സ്വതക്കകൾ ഇവിടെ ചെലവഴിച്ച ഭക്ഷണങ്ങൾ അല്ലാഹ് അരിയും മാംസവും ഏറ്റെടുത്തത് എല്ലാം നീ ഖബൂലാക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിന്റെ ഒക്കെ മിസ്ലു സവാബ് അഷ്റഫുൽ ഖൽഖായ ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ ആബായിലും അസ്വാജിലും ഔലാദിലും ഇതിന്റെ മിസ്ലു സവാബ് എത്തിക്കണേ അല്ലാഹ്. മുഴുവൻ അമ്പിയാക്കൾ ഔലിയാക്കൾ ശുഹദാക്കൾ സ്വാലിഹീങ്ങൾ ആരിഫീങ്ങൾ മഹാന്മാർ മഹദിമാർ മശായിഖന്മാർ അല്ലാഹ് ഞങ്ങളെ ഉപ്പാപ്പമാരും മാമമാർ അഹ്ലുൽ ബൈത്ത് ഞങ്ങളെ മശായിഖന്മാർ മുസന്നഫീങ്ങൾ മുഹദ്ദിസീങ്ങൾ മുഫസ്സിരീങ്ങൾ ഹളറത്തുകളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾ സിയാറത്ത് ചെയ്തവരിൽ എത്തിക്കണേ അല്ലാഹ്. യാ അല്ലാഹ് പ്രത്യേകിച്ച് ഈ സദസ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീറുർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പേരിലാണ്. അവിടുത്തെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരൊക്കെ ദർജ ഉയർത്തണേ അല്ലാഹ്. അവരെ മദദ് ഈ സദസ്സിൽ നൽകണേ അല്ലാഹ്. ഈ പള്ളിയിൽ നൽകണേ അല്ലാഹ്. ഈ നാട്ടിൽ നൽകണേ അല്ലാഹ്. ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളിലും കുടുംബങ്ങളിലും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ്. ഞങ്ങൾ സാധുക്കളാണ് അല്ലാഹ്. ഞങ്ങൾ പാപികളാണ് അല്ലാഹ്. ആഖിറുസ് സമാനിൽ ജീവിക്കുന്ന മിസ്കീന്മാരാണ് അല്ലാഹ്. ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലാഹ്. കണ്ണുകൊണ്ട് ഹറാം കണ്ടിട്ടുണ്ട് അല്ലാഹ്. കാതുകൊണ്ട് കേട്ടിട്ടുണ്ട് അല്ലാഹ്. ശരീരത്തിന്റെ പല അവയവങ്ങളും ഹറാമുമായി തിന്മയുമായി ബന്ധപ്പെട്ടതാണ് അല്ലാഹ്. അല്ലാഹ് നിന്നെ ധിക്കരിച്ച് തെറ്റിലേക്ക് പോയവരല്ല, നിന്നോടുള്ള വെറുപ്പ് കൊണ്ട് തിന്മയിലേക്ക് ഏർപ്പെട്ടവരല്ല, സാധുക്കളാണ് അല്ലാഹ്. ഞങ്ങളെ സാഹചര്യങ്ങളാ തിന്മയിലെത്തിച്ചത് അല്ലാഹ്. ഞങ്ങളെ കൂട്ടുകെട്ടുകളാ ഞങ്ങളെ തിന്മയിലെത്തിച്ചത് അല്ലാഹ്. എല്ലാ തെറ്റുകളും സമ്മതിക്കുന്നു അല്ലാഹ്. എല്ലാ കുറ്റങ്ങളും സമ്മതിക്കുന്നു അല്ലാഹ്. റിഫായി ശൈഖിന്റെ മജ്ലിസ് വസീലയാക്കി ഹബീബായ ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു അല്ലാഹ്. അഫ്വിനെ ഇഷ്ടപ്പെടുന്നവരാണല്ലോ അല്ലാഹ്. നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ്. നീ ഗഫൂറാണല്ലോ അല്ലാഹ്. നീ ഗാഫിറാണല്ലോ അല്ലാഹ്. നീ ഗഫാറാണല്ലോ അല്ലാഹ്. നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ശിക്ഷിക്കാൻ ഒരു തിന്മയും നീക്കി വെക്കരുത് അല്ലാഹ്. ഇനിയുള്ള ശിഷ്ടകാല ജീവിതം നിന്റെ ത്വഅത്തിലാക്കണേ അല്ലാഹ്. ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹബ്ബത്തിലാക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളെ ഇഷ്ടത്തിലാക്കണേ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ്. വിവിധങ്ങളായ ആവശ്യങ്ങൾ ഇവിടെ പറഞ്ഞവരുണ്ട് അല്ലാഹ്. ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് അല്ലാഹ്. ഈ മഹല്ലിന്റെ ഈ നാടിന്റെ കമ്മിറ്റി ഭാരവാഹികൾ ഈ മജ്ലിസിന്റെ ആവശ്യവുമായി പലരും സമീപിച്ചപ്പോൾ ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയവരുണ്ട് അല്ലാഹ്. ആട് നൽകിയവരുണ്ട് അല്ലാഹ്. അരി നൽകിയവരുണ്ട് അല്ലാഹ്. ആയിരക്കണക്കിന് രൂപ നൽകിയവരുണ്ട് അല്ലാഹ്. ചെറുതും വലുതുമായ നാണയത്തുട്ടുകൾ നൽകിയവരുണ്ട് അല്ലാഹ്. ഓരോ വീടുകളിൽ ഉമ്മമാർ പ്രത്യേകമായി
നൽകിയവരുണ്ട് അല്ലാ. യാ അല്ലാഹു യാ അല്ലാ, ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ എണ്ണി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ സമയം മതി വരൂല അല്ലാ. ഈ ഒരുമിച്ച് കൂടിയ വാർദ്ധക്യമെത്തിയ ഉസ്താദുമാർ, ഉപ്പമാർ, ഉമ്മമാർ, സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ വിവിധ ലക്ഷ്യങ്ങളുള്ളവരാണ് അല്ലാ. എല്ലാ ലക്ഷ്യങ്ങളും നിനക്കറിയാമല്ലോ അല്ലാ. ഖൈറായത് ഏറ്റെടുത്ത് പരിഹരിക്കണേ അല്ലാ. ഹാജത്ത് പൂർത്തീകരിക്കണേ അല്ലാ. വിഷമങ്ങൾ അകറ്റണേ അല്ലാ. പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. സങ്കടങ്ങൾ നീക്കണേ അല്ലാ. എത്രയോ രോഗികളുണ്ട് അല്ലാ. മാരകമായ ക്യാൻസർ പിടിപെട്ടവരുണ്ട് അല്ലാ. ബ്രെയിൻ ട്യൂമർ ഉള്ളവർ, അറ്റാക്ക് വന്നവർ, ഡയാലിസ് ചെയ്യുന്നവർ, തളർവാദം പിടിപെട്ടവർ, ഫിസിയോതെറാപ്പി ചെയ്യുന്നവർ, കടച്ചൽ ചൊറിച്ചൽ വേദനകളുള്ളവർ, അപസ്മാരം പിടിപെട്ടവർ, കണ്ണിന്റെ കാഴ്ചക്ക്, കാതിന്റെ കേൾവിക്ക്, സംസാരങ്ങൾക്ക് പോരായ്മകൾ സംഭവിച്ചവരുണ്ട് അല്ലാ. കിഡ്നിക്ക് തകരാറ് വന്നവരുണ്ട് അല്ലാ. സോറിയാസിസ് ഉള്ളവരുണ്ട് അല്ലാ. പൈൽസ് ഉള്ളവരുണ്ട് അല്ലാ. അർഷസ് ഉള്ളവരുണ്ട് അല്ലാ. ആസ്മയുള്ളവരുണ്ട് അല്ലാ. തൈറോയിഡ് ഉള്ളവരുണ്ട് അല്ലാ. യാ റബ്ബ് യാ അല്ലാ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും നിരന്തരമായി വേട്ടയാടുന്നവരുണ്ട് അല്ലാ. തലകറക്കമുള്ളവരുണ്ട് അല്ലാ. തലക്കും നെഞ്ഞിനും വേദനകളുള്ളവരുണ്ട് അല്ലാ. ശ്വാസം മുട്ടുള്ളവരുണ്ട് അല്ലാ. ആസ്മയുള്ളവരുണ്ട് അല്ലാ. യാ അല്ലാ, പേരറിയുന്നതും അറിയാത്തതുമായ വിവിധ രോഗങ്ങളാൽ അകപ്പെട്ടവരുണ്ട് അല്ലാ. നീയാണ് രോഗം നൽകുന്നവൻ അല്ലാ. ശിഫാ നിന്റെ അടുക്കലാണ് അല്ലാ. ശിഫാ നിന്റെ ഔദാര്യമാണ് അല്ലാ. ഈ മുത്തബറക്കായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് മുഴുവൻ രോഗികൾക്കും ആജിലായ ശിഫ നൽകണേ അല്ലാ. കാമിലായ ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ഉമ്മമാര് രോഗികളുണ്ട് അല്ലാ. ഉസ്താദുമാരിലുണ്ട് അല്ലാ. പ്രിയപ്പെട്ടവരുണ്ട് അല്ലാ. ആജിലായ ശിഫ നൽകണേ അല്ലാ. താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ നൽകരുത് അല്ലാ. പരീക്ഷണങ്ങൾ നൽകരുത് അല്ലാ. ദുരന്തങ്ങളും ദുരിതങ്ങളും നൽകരുത് അല്ലാ. മരണം വരെ ആഫിയത്ത് നിലനിർത്തണേ അല്ലാ. യാ അല്ലാ, കിടപ്പ് രോഗികളാക്കരുത് അല്ലാ. എത്ര സ്നേഹമുള്ള ഭാര്യയാണെങ്കിലും, ഭർത്താവാണെങ്കിലും, മക്കളാണെങ്കിലും, കുടുംബമാണെങ്കിലും, നാട്ടുകാരാണെങ്കിലും ഒരുപാട് കാലം കിടന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ വെറുപ്പ് വരുമല്ല അല്ലാ. യാ അല്ലാ, കിടപ്പ് രോഗികളാക്കരുത് അല്ലാ. യാ അല്ലാ, ആഫിയത്തും മരണം വരെ നിലനിർത്തണേ അല്ലാ. വെന്റിലേറ്ററിലാക്കരുത് അല്ലാ. ഐസിയുവിലാക്കരുത് അല്ലാ. മാരക രോഗങ്ങൾ നൽകരുത് അല്ലാ. യാ അല്ലാ, മാരക രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. നിന്റെ കാവലല്ലാതൊരു പ്രതീക്ഷയില്ല അല്ലാ. നീ ഞങ്ങളെ കാക്കണേ അല്ലാ. മഹാന്മാരെ വസീലയാക്കി സദസ്സ് സംഘടിപ്പിക്കുന്നത്, ഞങ്ങൾ ദ്വായിരക്കുന്നത് നിന്റെ കാവല് പ്രതീക്ഷിച്ചാണ്. ഹിഫ്ള് നൽകണേ അല്ലാ. യാ അല്ലാ, വിവാഹപ്രായമെത്തിയവർ അനുയോജ്യമായ ഇണകളെ നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഖുർറത്ത് ഐനാക്കണേ അല്ലാ. ഉഖ്റവിയായ ആലിമും ഹാഫിളുമാക്കണേ അല്ലാ. യാ അല്ലാ, ആഖിറത്തെ പേടിയില്ല, രക്ഷിതാക്കളെ കുറിച്ചുള്ള ചിന്തയില്ല, ദീനിന് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളുടെ നാടുകളിൽ, പ്രത്യേകിച്ച് ഈ നാട്ടിലും സമാധാനം നൽകണേ അല്ലാ. വർഗീയത നൽകരുത് അല്ലാ. വിഭാഗീയത നൽകരുത് അല്ലാ. ഭിന്നത നൽകരുത് അല്ലാ. ചിത്രത നൽകരുത് അല്ലാ. ഐക്യം നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. കുടുംബങ്ങളിൽ ഇൽഫത്ത് നൽകണേ അല്ലാ. മഹബ്ബത്ത് നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. സാഹിരീങ്ങളെ സിഹ്റ് ബാത്തിലാക്കണേ അല്ലാ. ഐന നശിപ്പിക്കണേ അല്ലാ. മുഴുവൻ ശത്രുക്കളിൽ നിന്നും കാവൽ നൽകണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളെ ആയുസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ഇൽമിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ രക്ഷിതാക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ഉസ്താദുമാരിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ഭാര്യമാരിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ശിഷ്യന്മാരിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ സ്നേഹികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസുകളിൽ പങ്കെടുക്കുന്ന പാവപ്പെട്ടവർ നീ ബറക്കത്ത് നൽകണേ അല്ലാ. വീടുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കുടുംബങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ബിസിനസ്സുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. തഅല്ലുമ തഅലീമ തദ്രീസിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ദീനി ഖിദ്മ സഅയികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ ഇടപെടുന്ന മുഴുവൻ മേഖലകളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. നീ റഹ്മത്ത് നൽകണേ അല്ലാ. യാ റബ്ബ് യാ അല്ലാ, യാ റഹ്മാൻ യാ അല്ലാ. ഒത്തിരി കടബാധ്യതകളുണ്ട് അല്ലാ. വീട്ടാനുള്ള വഴി എളുപ്പമാക്കണേ അല്ലാ. ബാധ്യതകളോടെ മൗത്താക്കരുത് അല്ലാ. ഒരാളെ മുന്നിൽ കുറവാക്കരുത് അല്ലാ. ശത്രുക്കളെ മുന്നിൽ ഐബാക്കരുത് അല്ലാ. കടക്കാരെ കൊണ്ട് നീ വഷളാക്കരുത് അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. അഭിമാനം നൽകണേ അല്ലാ. നാഫിയായ ഇൽമേറ്റി തരണേ അല്ലാ. യാ അല്ലാഹു യാ
അല്ലാഹു യാ അല്ലാഹ് മരണം വരെ ഹഖായ ദീന് ആരെ മുന്നിലും ഒരു മടിയുമില്ലാതെ ഹിക്മത്തോടെ ഹിമ്മത്തോടെ തുറന്നു പറഞ്ഞ് നസ്റു ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖൽബിൽ ഈമാൻ എത്തിത്തരണേ അല്ലാഹ്. അമലുകളിൽ ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. വാക്കുകൾക്ക് അഥർ നൽകണേ അല്ലാഹ്. മജ്ലിസുകൾക്ക് ഖബൂലിയത്ത് നൽകണേ അല്ലാഹ്. ദുആകൾക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ദീനി ഖിദ്മകൾ സ്വീകാര്യോഗ്യമാക്കണേ അല്ലാഹ്. സഈകൾ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ കൊണ്ട് ഒരാൾക്കും ഒരു വിഷമവും നൽകരുത് അല്ലാഹ്. യാ അല്ലാഹ് ഒരാളോടും വെറുപ്പ് നൽകരുത് അല്ലാഹ്. വിദ്വേഷം നൽകരുത് അല്ലാഹ്. പക നൽകരുത് അല്ലാഹ്. കിബ്ർ നൽകരുത് അല്ലാഹ്. ഹസദ് നൽകരുത് അല്ലാഹ്. റിയാ കൊണ്ട് ഞങ്ങളെ നശിപ്പിക്കരുത് അല്ലാഹ്. യാ അല്ലാഹ് ഞങ്ങളുടെ സ്വഭാവം നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതം നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ കൊണ്ടൊരു മനുഷ്യർക്കും വേദന നൽകരുത് അല്ലാഹ്. ഒരു ജീവിക്കും വേദന നൽകരുത് അല്ലാഹ്. ഒരു നിലക്കും പ്രയാസം നൽകരുത് അല്ലാഹ്. ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. സ്വഭാവം നന്നാക്കി തരണേ അല്ലാഹ്. യാ അല്ലാഹ് അപകട മുസീബത്തുകളിൽ നിന്ന് നിന്റെ കാവല് നൽകണേ അല്ലാഹ്. രാപ്പകലില്ലാത്ത യാത്രക്കാരാണ് യാ ഹഫീളു യാ അല്ലാഹ്. അഹ്ലു ബദർ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരെ കൊണ്ട് കവചം നൽകണേ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ് മരണം വരെ ആഫിയത്ത് നിലനിർത്തണേ അല്ലാഹ്. ഈ നാട്ടിലുള്ള ഈ ഒരു ഒരുമയും ഈ ഒരു സന്തോഷവും ഖിയാമത്ത് നാൾ വരെ ഞങ്ങളുടെ നാടുകളിൽ നിലനിർത്തണേ അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹ് ഈ മജ്ലിസിനെ സഹായിച്ചവരെ ഖായിബാക്കരുത് അല്ലാഹ്. പ്രത്യേകിച്ച് പ്രവാസ ലോകത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇതിനു വേണ്ടി സഹായം നൽകിയവർ, ഞങ്ങൾ ദുആ കൊണ്ട് കടമപ്പെട്ടവർ, വിഷമം അനുഭവിക്കുന്നവരുണ്ട്, നീ സലാമത്ത് നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർ ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. യാ അല്ലാഹ് എല്ലാ നിലക്കുള്ള റാഹത്ത് പ്രവാസ ലോകത്ത് നീ നൽകണേ അല്ലാഹ്. മനസ്സിന് സമാധാനം നൽകണേ അല്ലാഹ്. നാട്ടിലും വിദേശത്തും റഹ്മത്ത് നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ് കള്ളക്കേസുകളിൽ പെട്ടുപോയവരുണ്ട് അല്ലാഹ്. ഇന്നും എൻ്റെ ഒരു കൂട്ടുകാരെ വിളിച്ച് ഒരു കള്ളക്കേസിന്റെ പേരിൽ വലിയ പ്രയാസമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹ്. യാ അല്ലാഹ് നീ കാവൽ നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് റിഫായി ശൈഖിന്റെ ബറക്കത്ത് കൊണ്ട് ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കാവൽ നൽകണേ അല്ലാഹ്. ചതിയന്മാരുടെ ചതിയിൽ നിന്ന് കാക്കണേ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ് മരിക്കുന്നതിന് മുമ്പ് ഹബീബായ ഉപ്പാപ്പ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹജ്ജ് ഉംറകൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അവസാനം മരിക്കുന്ന സമയം തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ തൗബക്ക് ശേഷം യാ അല്ലാഹ് ബാധ്യതകൾ തീർത്തതിനു ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു സ്വർഗം കണ്ടു മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണേ അല്ലാഹ്. ഇതുപോലെ ആയിരക്കണക്കിന് സദസ്സുകളിൽ നിന്ന് എത്രയോ മുഅ്മിനീങ്ങൾ ഈമാനിന്റെ സലാമത്തിന് വസിയത്ത് ചെയ്യുമ്പോൾ ഈ മുഅ്മിനീങ്ങൾ ആമയും പ്രതീക്ഷിച്ചാണ് അവരുടെ ഞങ്ങളെയൊക്കെ ഈമാൻ സലാമത്തിലാക്കണേ അല്ലാഹ്. വിട്ടുപിരിഞ്ഞു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ, ഭക്ഷണ വസ്ത്ര സ്നേഹ സഹായം നൽകിയവർ, ദുആ കൊണ്ട് കടമപ്പെട്ടവർ, ഈ നാടിന്റെ പൂർവ്വസൂരികളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി 6 അടി മണ്ണാകുന്ന ഖബറിൽ കഴിയുന്നവർ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. മർഹമത്ത് നൽകണേ അല്ലാഹ്. ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. സ്വർഗീയ ഭക്ഷണം നൽകണേ അല്ലാഹ്. പാനീയങ്ങളുടെ ആടുകൾ നൽകണേ അല്ലാഹ്. അവരെ ഞങ്ങളെയൊക്കെ ഇതുപോലെ സ്വർഗീയ ലോകത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. നരകം ഹറാമാക്കണേ അല്ലാഹ്. നരകം ഹറാമാക്കണേ അല്ലാഹ്. നരകം ഹറാമാക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.